ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ സത്യമായിട്ടുള്ളൂ. ആരും പറഞ്ഞു തന്നതൊന്നുമല്ല, നമ്മളായിട്ട് സ്വയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ തുടങ്ങും. നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ATM മെഷീൻ ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങൾക്കുള്ളിൽ കൊണ്ടുവന്നത് തന്നെ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ എത്തും. ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ സത്യമായിട്ടുള്ളൂ, ഈശ്വരനൊന്നും ഇല്ല, മാനിഫെസ്റ്റേഷൻ മാത്രം ചെയ്താൽ മതി, ഇല്ല ഈശ്വരനോട് ചോദിച്ചാൽ യൂണിവേഴ്സ് കോപിക്കുമോ, ഇല്ല യൂണിവേഴ്സിനോട് ഇങ്ങനെ ചോദിച്ചാൽ ഈശ്വരൻ നമ്മിൽ നിന്ന് അകന്നു പോകുമോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസും കുറേ കൺഫ്യൂഷനും എല്ലാവർക്കും ഒരു സ്റ്റേജിൽ വരുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈശ്വരന്റെ സൃഷ്ടിയിലെ ഒരു ശക്തിയാണ്. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നും വേറെ ഒന്നുമില്ല എന്നും നമ്മൾ വിശ്വസിക്കും. കാരണം ഇത് വേറെ ആരും പറഞ്ഞു തന്നതൊന്നുമല്ല, നമ്മളായിട്ട് സ്വയം വിശ്വസിക്കും. കാരണം നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ കുറച്ച് നന്മകളൊക്കെ നമുക്ക് വരാൻ തുടങ്ങും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, ഈശ്വരനില്ല, ഇല്ല വേറെ ഒന്നുമേ ഇല്ല എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ച് വളരെ കൺഫ്യൂഷനായി, ഇനി അത് ചെയ്യണോ, ഇല്ല ഈശ്വരനെ വിളിക്കണോ, ഈശ്വരനെ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാവോ, ഇല്ല യൂണിവേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ കുറേ കൺഫ്യൂഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കും. മൂന്നും ഒന്നിനുള്ളിൽ ഒന്ന് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ വേറെ, ഈശ്വരൻ വേറെ, യൂണിവേഴ്സ് വേറെ, അങ്ങനെ ഒന്നുമില്ല. ഇത് മൂന്നും ഒന്നാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ശക്തിയെ കൊണ്ട്, ആ ശക്തി എന്ന് പറയുന്നത് ഈശ്വരനാണ്, യൂണിവേഴ്സ് ആണ്, നമ്മൾ എന്ത് രീതിയിൽ വിശ്വസിക്കുന്നു അതാണ് ആ ശക്തി. ആ ശക്തിയെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ATM മെഷീൻ പോലെ. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പോയി പറയും, മാനിഫെസ്റ്റ് ചെയ്യും, അത് നേടിയെടുക്കും. അതിനു വേണ്ടിയുള്ള ഒരു മെഷീൻ പോലെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ലോ ഓഫ് അട്രാക്ഷൻ സത്യമോ, ഈശ്വരൻ സത്യമോ, മാനിഫെസ്റ്റേഷൻ ചെയ്യണമോ വേണ്ടയോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻ വരും. ലോ ഓഫ് അട്രാക്ഷനെ നിങ്ങൾക്കുള്ളിൽ കൊണ്ടുവന്നത് തന്നെ ആ ഈശ്വരനാണ്. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതലേ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, യൂണിവേഴ്സ് ഇങ്ങനെയൊന്നും നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ ഗുരുക്കന്മാരായാലും എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈശ്വരൻ മാത്രമാണുള്ളത്, ആ ശക്തിയാണ് നമ്മളെ പരിപാലിക്കുന്നതും നയിക്കുന്നതും അനുഗ്രഹിക്കുന്നതും എല്ലാം ഈശ്വരനാണെന്ന് മാത്രമാണ് നമുക്ക് എല്ലാവരും പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ വന്നത്? ആ ഈശ്വരനാണ് ലോ ഓഫ് അട്രാക്ഷനെ നമുക്കുള്ളിൽ കൊണ്ടുവന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആ ഈശ്വരനോട് നമ്മൾ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് ഇങ്ങനെ വേണം, ജോബ് വേണം, എനിക്ക് ഹെൽത്ത് വേണം, ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു സമയമാകുമ്പോൾ ഈശ്വരൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മളെ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിക്കും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ശക്തി ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ എത്തുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആകാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ഇരുന്നേ മതിയാവും. സോ അതിനുവേണ്ടി നമ്മൾ പോസിറ്റീവായിട്ട് മാറാൻ തുടങ്ങുകയും നമ്മളിങ്ങനെ നിരന്തരം പ്രയത്നം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് പ്യുവർ ആവാനും തുടങ്ങും. അതുതന്നെയാണ് ഈശ്വരനെ പ്രാപിക്കാനുള്ള വഴി. നമ്മൾ ഈ ലോകത്തിൽ വന്നത് തന്നെ ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ അതെല്ലാം മറന്ന് പല കാര്യങ്ങളിലേക്കും പോയിട്ട് അതിൽ നിന്നെല്ലാം ദുഃഖവും തിരിച്ചടികളും കിട്ടുമ്പോഴാണ് ഈശ്വരനെ, യൂണിവേഴ്സിനെയൊക്കെ തേടുന്നത്. സോ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഈശ്വരനോട് ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഈശ്വരൻ നിങ്ങളെ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തിച്ചത്. കാരണം ലോ ഓഫ് അട്രാക്ഷൻ എല്ലാ മനുഷ്യരും ഫോളോ ചെയ്യേണ്ടതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റിവിറ്റി. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും, മോശമായ കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്താൽ നമുക്ക് അത് തന്നെ തിരിച്ചു കിട്ടും. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ചിലർ പറയും, ഞാൻ എത്രയോ മാനിഫെസ്റ്റ് ചെയ്യുന്നു, ഞാൻ എന്തെല്ലാം ടെക്നിക്സ് യൂസ് ചെയ്ത് നോക്കി, എന്നിട്ടും എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. അതിനെന്ന് പറഞ്ഞ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ല, ലോ ഓഫ് അട്രാക്ഷൻ വെറുതെയാണ്, യൂണിവേഴ്സ് വെറുതെയാണ്, മാനിഫെസ്റ്റേഷൻ വെറുതെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഗോളെല്ലാം സാധിച്ചെടുക്കാൻ നമുക്ക് തടസ്സമായിരിക്കുന്നത് നമ്മൾ ചെയ്ത ഏതോ ഒരു കർമ്മയാണ്. ആ കർമ്മ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ചിലർക്കൊക്കെ വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കർമ്മയെല്ലാം ഡിലീറ്റ് ആയി പോയിരിക്കും. അപ്പോഴാണ് ഇവർ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. എന്നാൽ ചിലർക്ക് എന്ത് ചെയ്തിട്ടും കിട്ടാത്തതിന് കാരണം നമ്മൾ ചെയ്ത ഏതോ ഒരു ബാഡ് കർമ്മ അതിന് തടസ്സമായിരിക്കുന്നു. അത് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ചില സേവകളൊക്കെ ചെയ്യാൻ തുടങ്ങണം. സേവകളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറേ പണം കൊടുത്ത് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും അതിനുള്ള പണവും ഇരിക്കില്ല. ഉള്ളവർക്ക് ചെയ്യാം.
അപ്പോൾ ഇല്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതായത് നമ്പർ 1 ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം. നമുക്ക് കിട്ടുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമ്മുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയില്ല. നമ്മൾ എപ്പോഴും ഇല്ലാത്തതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവർക്ക് അതിരിക്കുന്നു, എനിക്കിതില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇല്ല ഇല്ല എന്നിരിക്കുമ്പോൾ നമുക്ക് ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്കുള്ള ഫുഡ്, ഡ്രസ്സ്, വീട്, നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാൻ നമുക്ക് ആവശ്യത്തിന് മണി, ഇതിനെല്ലാത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ അവസരങ്ങൾ ഈ യൂണിവേഴ്സ് കൊണ്ടുതരാൻ തുടങ്ങും. അതാണ് നമ്പർ 1. നമ്പർ 2, നമ്മൾ പല കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിട്ട് നടക്കാതിരിക്കുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകും. അപ്പോൾ അവരെ നോക്കി അവർക്ക് കിട്ടി, അവർക്ക് പണമുണ്ട്, എനിക്കില്ല, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങുക. നിങ്ങൾ നന്നായിരിക്കണം എന്ന് അവരെ ബ്ലെസ് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അട്രാക്റ്റ് ആവാൻ തുടങ്ങും. കാരണം നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഈ ബാഡ് കർമ്മ ഡിലീറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ ഡിലീറ്റായി പോയി വരുമ്പോൾ അതിനെന്ന് പറഞ്ഞ് ഇന്ന് ചെയ്തിട്ട് നാളെ എനിക്ക് കിട്ടണം, ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു എല്ലാവരെയും, അതുകൊണ്ട് എനിക്ക് നാളെ കിട്ടണമെന്ന് ആഗ്രഹിക്കരുത്. നമ്മൾ കുറേ കർമ്മ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ ആയി മാറും, നമ്മൾ പ്യുവർ ആവും. അപ്പോൾ തന്നെ നമ്മുടെ ഈ കർമ്മയും ഇങ്ങനെ ഡിലീറ്റായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ പതിയെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ആവാനും തുടങ്ങും. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസിയാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ പലരും പ്രഗ്നൻ്റ് ആയിട്ടും ഇല്ല കുട്ടികളോടൊക്കെ ഇരിക്കുന്നവരെ കാണുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളോടും ഈ കുട്ടിയോടൊപ്പം നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് അവരെ അനുഗ്രഹിക്കണം. ഞാനും ഇതുപോലെ ഇരിക്കും, എനിക്കും ഇതെല്ലാം കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതെല്ലാം വരാൻ തുടങ്ങും. ഇത് ഈ ജോബിൻ്റെ കാര്യത്തിലായാലും മാരേജ്, റീയൂണിയൻ, റിലേഷൻഷിപ്പ്, എല്ലാ കാര്യത്തിലും ഇങ്ങനെ മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായിട്ട് വരാൻ തുടങ്ങും. അങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മുഖേന നമ്മുടെ കർമ്മയെ ഡിലീറ്റ് ആക്കി നമ്മുടെ മാനിഫെസ്റ്റേഷനെ ഫാസ്റ്റ് ആക്കാം. അട്രാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്, പോസിറ്റിവിറ്റി. ഇത് രണ്ടും ലോ ഓഫ് അട്രാക്ഷനെ തൂക്കി പിടിക്കുന്ന 2 തൂണാണ്. അതല്ലാതെ ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല, പോസിറ്റിവിറ്റിയും ഇല്ല, എല്ലാറ്റിനും കുറ്റം പറഞ്ഞിട്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, ഈ ലോ ഓഫ് അട്രാക്ഷനൊക്കെ നോൺസെൻസ് ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്ത് എല്ലാ ടെക്നിക്സും ചെയ്തിട്ട് മാനിഫെസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മളും അതിനു വേണ്ടി സ്റ്റെപ്സ് എടുക്കണം. നമ്മൾ ഒരു സ്റ്റെപ്സ് എടുക്കാതെ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു എനിക്കിതെല്ലാം കിട്ടണമെന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടതെല്ലാം ഒരു സൈഡിൽ കൂടെ ചെയ്യണം. എന്നാൽ അതിനു വേണ്ടിയുള്ള ഐഡിയാസും അവസരങ്ങളും എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും, നിങ്ങളെ അതിലേക്ക് എത്തിക്കും. എന്നാൽ നിങ്ങളും നിങ്ങളുടെ സ്റ്റെപ്സ് എല്ലാം ചെയ്യുക. സോ ലോ ഓഫ് അട്രാക്ഷനും ഈശ്വരനും ഈ യൂണിവേഴ്സും എല്ലാം ഒന്നിനുള്ളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ എത്തിച്ചേരും, ഈശ്വരൻ നമ്മളെ എത്തിക്കും. എന്നിട്ട് അതെല്ലാം നമ്മൾ ഫോളോ ചെയ്ത് പ്യുവറായി വരുമ്പോൾ നമ്മളൊരു നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോകും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എല്ലാം ഈശ്വരനാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും പിന്നെ നമുക്ക് എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ തന്നെ തിരിച്ചറിയുകയും നമ്മൾ അത് ഫോളോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.